ഛത്തീസ്ഗഡിലെ മാവോയിസ്റ്റ് ആക്രമണത്തിൽ വീരമൃത്യു വരിച്ച CRPF ജവാന് വിഷ്ണുവിന് വിടചൊല്ലി നാട്. മൃതദേഹം തിരുവനന്തപുരം നന്ദിയോടുള്ള കുടുംബ വീട്ടിലെത്തിച്ചു. 10 മണിവരെ വീട്ടിൽ പൊതുദർശനവും ഉണ്ടാകും. ശേഷം 11 മണിവരെ നന്ദിയോട് ജംഗ്ഷനിലും പൊതുദർശനം ഉണ്ടാകും. ഉച്ചയ്ക്ക് 12 മണിയോടെ ശാന്തിതീരം പൊതു ശ്മശാനത്തിലായിരിക്കും സംസ്കാരം നടത്തുക. നന്ദിയോട് സ്കൂളിലും പൊതുദർശനം നടക്കുകയാണ്. നമ്മെ വിട്ടുപിരിഞ്ഞ നാടിനു വേണ്ടി കടന്നിറങ്ങിയ പ്രിയ സഹോദരൻ രാഹുൽ ജി നാഥാണ് അവിടെ നിന്ന് വിവരങ്ങളുമായി ചേരുന്നത്. രാഹുൽ, ഒരുപാട് വേദനയോടുകൂടി മാത്രമേ അവിടെയുള്ള കാര്യങ്ങളൊക്കെ രാഹുലിന് പറയാനും സാധിക്കുകയുള്ളൂ. സൈനികനാകണം എന്നുള്ള വലിയൊരു ആഗ്രഹം, അതിൽ തുടങ്ങി ഓരോ സ്വപ്നങ്ങളും സാക്ഷാത്കരിച്ച് മുന്നിലേക്ക് വരികയായിരുന്നു. ഒരുപാട് ആഗ്രഹമായിരുന്ന പുതിയൊരു വീട് അത് പൂർത്തീകരിച്ചു. അവിടെ സന്തോഷത്തോടുകൂടി ജീവിക്കണം എന്നുള്ള ഒരു ആഗ്രഹം ബാക്കി വെച്ചാണ് അദ്ദേഹം വിടവാങ്ങുന്നത്. രാഹുൽ, പറയൂ. അതെ, തീർച്ചയായും ഈ പറഞ്ഞതുപോലെ നിസ്സഹായതയുടെ മുന്നിൽ ഒന്ന് ഭാവിച്ച് കരയുകയല്ലാതെ മറ്റെന്ത് ചെയ്യും എന്നുള്ളതാണ്. തന്നെ നിറഞ്ഞ് അദ്ദേഹത്തിനെ കഴിച്ചമർത്തുന്ന ഒരു വീട്ടിലുണ്ട്. അത്തരത്തിൽ 3:45 അദ്ദേഹത്തെ വിഷ്ണുവിന്റെ ഭൗതിക ശരീരം ആദ്യം എത്തിക്കുന്നത് ആ പുതിയ വീട്ടിലേക്കാണ്. പുതിയ യാത്രയിൽ സ്വപ്നങ്ങളിലേക്ക് നടന്നു കയറാൻ ആ പുതിയ വീട് നിർമ്മിക്കുന്നു. 2 ആഴ്ച മുമ്പ് ആ പാലയാച്ചിന് അദ്ദേഹം ഇവിടെ എത്തിയിരുന്നു. ആ സന്തോഷം നാട്ടുകാർ അറിഞ്ഞതാണ്. ആ വീടുമായി ബന്ധപ്പെട്ട് വിഷ്ണു പങ്കുവെച്ച ആഗ്രഹങ്ങൾ, സ്വപ്നങ്ങളെല്ലാം അറിയാവുന്ന നാട്ടുകാരാണ് ഇവിടെ ഉള്ളത്. അതുകൊണ്ട് തന്നെ 2 ആഴ്ച മുമ്പ് കണ്ട നാട്ടുകാരുടെ പ്രിയപ്പെട്ടവന്റെ വിയോഗ വാർത്ത വലിയ ആഘാതമാണ് മനുഷ്യരിലെല്ലാം ഉണ്ടാക്കിയിരിക്കുന്നത്.